വാർത്തയിലേക്ക് PJ ജോസഫുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടിക്കാഴ്ച നടത്തി. ആലുവ പാലസിലായിരുന്നു കൂടിക്കാഴ്ച. ചർച്ച പൂർത്തിയായെന്ന് VD സതീശൻ പ്രതികരിച്ചു. മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. അതൊക്കെ തീരുമാനമായി, എല്ലാം തീരുമാനമായി. കോൺഗ്രസുമായിട്ട് ഞാൻ പറയാം, അരമണിക്കൂർ ഞങ്ങൾ ഇരുന്ന് തീരുമാനമായി. അതൊന്നും ഇപ്പൊ നിങ്ങളോട് പറയില്ല, അത് നാളെ പ്രഖ്യാപിക്കും. ലീഗായിട്ട് ഞാൻ പറഞ്ഞല്ലോ, 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ചർച്ച തീരുമെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തീർന്നു. ഇത് അരമണിക്കൂർ കൊണ്ട് തീർന്നു, അത്രേ ഉള്ളൂ. ഒരു സ്കോപ്പുമില്ല നിങ്ങൾക്ക്. അതൊക്കെ നാളെ പ്രഖ്യാപിക്കും. നാളെ അതല്ലേ, അത് ഞാൻ UDF ബാക്കി ഘടകകക്ഷികളായിട്ടും കുറച്ചു ദിവസമല്ല, നാളെ എല്ലാം അനൗൺസ് ചെയ്യുന്നത്. പിന്നല്ലാതെ സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേർന്നു. സിജോ, ഇനി അധികം സമയമില്ല. ഈ ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായിട്ടുണ്ടോ? അനീഷ, എന്തായാലും UDFന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അതിന്റെ ചർച്ചകൾ, അതിന്റെ ഒരു അന്തിമ തീരുമാനം അത് നാളത്തേക്കാണ് വരിക. നാളെയായിരിക്കും ഡൽഹിയിൽ വെച്ചായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ കൂടിക്കാഴ്ച നേതാക്കൾ നടത്തും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് ഉണ്ടാവുക. എന്തായാലും രാവിലെ മുസ്ലിം ലീഗുമായി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജോസഫ് വിഭാഗവുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഡൽഹിക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പായി തന്നെ ആലുവ ഗസ്റ്റ് ഹൗസ് ഈ ആലുവ പാലസിൽ എത്തിയിരുന്നു. ഈ പാലസിൽ വെച്ചാണ് ഇത്തരത്തിൽ കേരള കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. PJ ജോസഫ്, ഒപ്പം തന്നെ മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ എത്തുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഒപ്പം തന്നെ ഇടുക്കി സീറ്റുകളുമായി ബന്ധപ്പെട്ടാണ് ചില ആശയക്കുഴപ്പങ്ങൾ നിന്നിരുന്നത്. ഈ ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു. പ്രധാനമായും ഇടുക്കി സീറ്റ് ഒരു പക്ഷേ വിട്ടുകൊടുത്തേക്കാം എന്നുള്ളൊരു ഏകദേശ ധാരണയാണ്, നമുക്കൊരു സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് ഡൽഹിയിൽ എത്തിയ ശേഷമായിരിക്കും ഉണ്ടാവുക. അന്തിമ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ നേതാക്കളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ഈ ചർച്ച ഒരു പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ അന്തിമമായിട്ടുള്ള ഒരു ചർച്ച ഇപ്പോൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ആലുവ പാലസിൽ അല്പസമയം മുമ്പായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PJ ജോസഫ്, ഫ്രാൻസിസ് ജോർജ്, മോൻസ് ജോസഫ് എന്നിവരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയത്. ഏതായാലും ജോസഫ് ഗ്രൂപ്പുമായുള്ള ചർച്ച കൂടി പൂർത്തിയായിരിക്കുന്നു. ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നാളത്തെ ചർച്ചയിലായിരിക്കും എത്തുക. വിവരങ്ങൾ നൽകിയത് സിജോ വർഗീസ് ആണ്.